മറ്റൊരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ പ്രതിരോധിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്ന വാദങ്ങളുടെ മുനയൊടിച്ച് ജനറൽ സെക്രട്ടറി MA ബേബി. സ്വർണ്ണക്കൊള്ളയുമായി സോണിയാഗാന്ധിയെ ബന്ധപ്പെടുത്താമെന്ന് കരുതുന്നില്ലെന്ന ബേബിയുടെ പ്രതികരണമാണ് സംസ്ഥാന നേതാക്കൾ ഉന്നയിക്കുന്ന വാദങ്ങളെ നിർവീര്യമാക്കിയത്. ആർക്കും കടന്നുചെല്ലാൻ കഴിയാത്തിടത്ത് 2 പ്രതികളും എത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന MA ബേബിയുടെ പരാമർശം മാത്രമാണ് CPIM-ന്റെ പിടിവള്ളി. കാണാം MA ബേബിയുടെ ആ വാക്കുകൾ. ഞാൻ പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ 2 സംസ്ഥാനങ്ങളിൽപ്പെട്ട കുറ്റവാളികളും പ്രതികളും അവർ നേരത്തെ കടന്നു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടുള്ള ദുർഗമമായ ഒരു ദുർഗം പോലെ ഈ സുരക്ഷാ വളയങ്ങളുള്ള ഒരു സ്ഥലത്ത് ഒന്നിലധികം തവണ ചെല്ലുന്നു, കയ്യിൽ ചിലതെല്ലാം കെട്ടിക്കൊടുക്കുന്നു. അതിൽ ബന്ധപ്പെട്ട മഹദി എനിക്ക് വളരെ ബഹുമാനമുള്ള നേതാവാണ്. ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പലപ്പോഴും കാണുകയും അവരെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ബന്ധപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. അത് വെറുതെ ഔപചാരികമായി പറയുന്നതല്ല. ഇത്തരം കാര്യങ്ങളിൽ അവർ ഉൾപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ നടന്ന ഈ ശബരിമലയിൽ നടന്ന സ്വർണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് യാതൊരു തെളിവുകളും വന്നിട്ടില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി വന്ന് പാടിയതും അതേ പാട്ട് തന്നെയാണ്, സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്നത്. അതിന് CPIM നൽകിയ മറുപടി ഈ സോണിയാഗാന്ധിക്കൊപ്പം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം, അടൂർ പ്രകാശൊക്കെ നിൽക്കുന്ന ചിത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു. സ്വർണം കട്ടത് കോൺഗ്രസ് ആണേ അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു CPIM-ന്റെ മറുപടി. ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാക്കുകൾ പ്രതിരോധത്തിലാക്കുന്നുണ്ട് CPIM-നെ. ഇക്കാര്യത്തിൽ സോണിയാഗാന്ധിക്ക് പങ്കില്ലെന്ന സൂചന തന്നെയാണ്, അത് വ്യക്തമായി തന്നെയാണ് ഇപ്പോൾ MA ബേബി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ എത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ആ ദുരൂഹത എന്നത് കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും അവിടേക്ക് ഈ അനുവാദം, സോണിയാഗാന്ധിയെ കാണുന്നതിന് അനുവാദം വാങ്ങിയിരിക്കാം എന്ന തരത്തിലാണ്. ഏതായാലും CPIM-ന്റെ ആരോപണങ്ങളുടെ മുനയൊടിയുകയാണല്ലോ ശ്രീജിത്ത്. ദിലീപ്, CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഇതാദ്യമല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മൂർധന്യത്തിൽ CPIM ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം ഇതായിരിക്കെ അതിൻ്റെ മുനയൊടിക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം ഇന്ന് കോട്ടയത്ത് നടത്തിയത് എന്നതാണ് ഇതിലെ രാഷ്ട്രീയമായ കാര്യം. കാരണം സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അതീവ സുരക്ഷാ വലയത്തിലുള്ള വീട്ടിലേക്ക് എങ്ങനെയാണ് ഈ പ്രതികൾ എത്തിയത്, അതുകൊണ്ട് സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുടെ പങ്കിനകത്തില്ലേ എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് CPIM പ്രചരണത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുന്നത്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് സ്വർണം കട്ടവരാരപ്പ എന്ന പാരഡി ഗാനം പാടിയപ്പോൾ അതിന് മറുപടിയായി കോൺഗ്രസ് നേതാക്കളും CPIM നേതാക്കളും മറ്റും ചൂണ്ടിക്കാണിക്കുന്ന വാദം സോണിയാഗാന്ധിയും മറ്റും ഒന്നിച്ച് പ്രതികൾ നിൽക്കുന്ന ചിത്രമാണ്. അങ്ങനെ മറുപടി പറയുക മാത്രമല്ല, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും മറ്റുമായി അത്തരത്തിലുള്ള വാദങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ സ്വർണം കട്ടവർ ഇവരാണ് എന്ന മട്ടിൽ ഈ അടൂർ പ്രകാശും മറ്റും നിൽക്കുന്ന ചിത്രങ്ങൾ അടക്കം കാണിക്കുന്ന ചില ബോർഡുകളും മറ്റും വെച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ CPIM ഉന്നയിക്കുന്ന വാദങ്ങളെ ഈ ഘട്ടത്തിൽ MA ബേബിയുടെ മറുപടി അത് അവരുടെ വാദങ്ങളുടെ മുന്നോടിക്കുന്ന ഒന്നാണ്. എന്നാൽ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ അതീവ സുരക്ഷയുള്ള വീട്ടിലേക്ക് എങ്ങനെയാണ് ഈ 2 പ്രതികൾക്ക് 2 വട്ടം എത്താൻ കഴിഞ്ഞത്, മാത്രമല്ല അതിൽ ദുരൂഹതയുണ്ടെന്ന് MA ബേബി പറയുമ്പോൾ അത് മാത്രമാണ് CPIM-ന് ആശ്വാസകരമാകുന്ന ഒരു വാദഗതി. സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാണ് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടും സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉപയോഗിച്ച് CPIM വലിയ ബദൽപ്പത്തിലാണ് നടത്തിയത്. അതിന് മുഖ്യമന്ത്രി പിണറായി തന്നെ നേതൃത്വം നൽകുന്ന ഒരു പ്രചരണമാണ് ഒരു ഘട്ടത്തിൽ നടന്നത്. എന്നാൽ ഇപ്പോൾ അതിനെ CPIM-ന്റെ കേന്ദ്ര നേതൃത്വം അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നതാണ് ഈ പുറത്തു വരുന്ന പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.